ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് എന്തെടുക്കും എന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് നമ്മളിന്ന് ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോകുന്നത് സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ലണ്ടനിൽ വന്നപ്പം എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ക്രിസ്മസ് ലൈറ്റ്സ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ഭംഗിയാണ് ലൈറ്റ്സ് എല്ലാം കാണാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോകാം. അത് ക്രിസ്മസ് ലൈറ്റ്സ് എങ്ങനെയുണ്ട് ഇത്തവണത്തെ? പഴയ ലൈറ്റ്സ് പോലെ തന്നെയാണോ? എന്തെങ്കിലും പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു കുട്ടി വ്ളോഗാണ്. ഇവിടെ നിന്ന് പോണു, ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വെൽക്കം ടു ലണ്ടൻ ലോകം. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഹാരോൾഡ് ഹില്ലിലാണ്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ബസ്സും ഒരു മണിക്കൂറോളം ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് സെൻട്രലാണുള്ളത്. പക്ഷെ ഇന്ന് ബസ് നോക്കി നിൽക്കാനുള്ള സമയമില്ല, കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വൈകി ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ആകും. എല്ലാ ലൈറ്റും അല്ല കേട്ടോ, കുറച്ച് ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് കാറിലാണ് പോകുന്നത്. കാറിൽ നമ്മൾ ഇവിടെ നിന്ന് ഹാരോൾഡ് വുഡ് സ്റ്റേഷൻ വരെ പോയിട്ട് അവിടെ നിന്ന് എലിസബത്ത് ലൈനിൽ ട്രെയിൻ കയറിയാണ് പോകുന്നത്. ഇവിടെ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ലൈനുകളാണ് ഓരോരോ ട്രെയിനുകളും. ഓരോരോ ഡയറക്ഷനിലേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് ഓരോരോ ലൈനാണ്. ഫോർ എക്സാമ്പിൾ, ഒന്ന് എലിസബത്ത് ലൈൻ ആണെങ്കിൽ വേറൊന്ന് നോർത്തേൺ ലൈൻ ആയിരിക്കും, വേറൊന്ന് സെൻട്രൽ ലൈൻ ആയിരിക്കും, വേറൊന്ന് പിക്കഡലി ലൈൻ ആയിരിക്കും. അങ്ങനെ ഓരോരോ ലൈൻ വണ്ടി കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോകേണ്ടത് എലിസബത്ത് ലൈനിലാണ്. ഇപ്പൊ എലിസബത്ത് ലൈനിൽ കയറി നമ്മൾ നേരെ ബോണ്ട് സ്ട്രീറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്നാണ് ലൈറ്റ്സ് കാണാൻ പോകുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ഹാരോൾഡ് വുഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹാരോൾഡ് വുഡ് സ്റ്റേഷൻ. ആ മുകളിൽ കാണുന്ന സിമ്പിൾ ഉണ്ടോ, അത് എലിസബത്ത് ലൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ കൂടെ ടാപ്പ് ഇൻ ചെയ്ത് അകത്ത് കയറണം. അതുപോലെ തന്നെ ടാപ്പ് ഔട്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഇതാട്ടോ നമ്മുടെ എലിസബത്ത് ലൈനിലെ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലാണ് ബോണ്ട് സ്ട്രീറ്റ് വരെ പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി ഇരിക്കാൻ. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്. ഈ സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ്, ആൾക്കാരൊക്കെ കുറവാണെന്ന്. യൂഷ്വലി റഷ് അവേഴ്സിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ തിരിച്ചു വരുമ്പോഴേ കേട്ടോ. പൊതുവെ ഇവിടെ ആരും ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മുഖത്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റെയർ ചെയ്തിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാവരും മിക്കവരും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കിയിരിക്കും. അല്ലാണ്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കാനോ ആർക്കും സമയമില്ല. ആരും ബോധേഡല്ല. ആക്ച്വലി നമ്മുടെ കാര്യം നോക്കാൻ ഒന്നും ആരും ബോധേഡല്ല. അവരവരുടെ കാര്യം ചെയ്യുന്നു, അവരവരിയ്ക്കുന്നു, അവർ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങുന്നു, അങ്ങനെ തന്നെ. ഈ മേളിൽ കാണുന്ന സ്ക്രീനിൽ നമുക്ക് ഏതൊക്കെ സ്റ്റേഷനായി, ഇപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണ് എന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴേ ആലോചിക്കേണ്ടതായിരുന്നു എന്തെങ്കിലും പണി കിട്ടുമെന്ന്. അതുപോലെ തന്നെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങ് ഇരുന്ന് വരുമായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ട്രെയിൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേഗം ഇവിടെ ഇറങ്ങിപ്പോക്കോ, ട്രെയിൻ ഇവിടെ വരെ ഉള്ളൂ, ട്രെയിൻ ടെർമിനേറ്റ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിച്ച് വേണം നമ്മൾക്ക് എത്താൻ. അല്ലാണ്ട് വേറെ വഴിയില്ല, കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് ലിവർപൂൾ സ്ട്രീറ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഓവർഗ്രൗണ്ട് ട്രെയിനുകളും അണ്ടർഗ്രൗണ്ട് ട്രെയിനുകളും ഉണ്ട്. നമുക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ് പിടിക്കേണ്ടത്. ഓവർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൺട്രി സൈഡിലേക്ക് പോകണമെങ്കിലാണ് ഓവർഗ്രൗണ്ട് ട്രെയിൻ. നമുക്ക് അണ്ടർഗ്രൗണ്ട് മതി, നടക്കാൻ വേണ്ട. ഇപ്പം എന്ത് ചെയ്യാനാ? ഇവിടെ ഞാൻ ഒരു വ്യത്യാസം കുറേ വ്യത്യാസങ്ങളായല്ലേ. ഇത് വേറൊരു വ്യത്യാസം. ഈ വ്യത്യാസം വേറെ ഒന്നല്ല, എല്ലാവരും ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. എല്ലാവരും എന്തിനാ ഇത്ര സ്പീഡ് നടന്നു പോകണമെന്ന് അവർക്കറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളും പക്ഷെ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്പീഡ് അനുസരിച്ച് നടന്നു പോകും. കാരണം എല്ലാവരും നടക്കുമ്പോൾ നാടിടുമ്പോൾ നടുവേടണമെന്നല്ലേ. നമുക്ക് ഓടാം. ഇതാട്ടോ ടാപ്പിനും ടാപ്പ് ഔട്ടും ഞാൻ പറഞ്ഞില്ലേ, ടാപ്പ് ഔട്ട് ചെയ്താണ് ഞാൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ട്രെയിൻ നോക്കണം, കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പം മാർബിൾ ആർച്ച് സ്റ്റേഷൻ എത്തി. സോ ഇവിടെ നിന്ന് നമുക്ക് മാർബിൾ ആർച്ച്, ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, ബോണ്ട് സ്ട്രീറ്റ്, അങ്ങനെ കുറച്ച് ലൈറ്റ്സ് നടക്കാം. അധികം ട്രാവൽ കാണിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തു കേട്ടോ. അതാണ് ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മാർബിൾ ആർച്ചിലെത്തിയത്. ഇനി നമുക്ക് ലൈറ്റ്സ് കണ്ടേ. നമ്മൾ ആദ്യം നടന്നു ചെല്ലുന്നത് സെൽഫ്രിഡ്ജസിലേക്കാണ്. മിക്കവർക്കും ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് സെൽഫ്രിഡ്ജസ്. സെൽഫ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ബ്രിട്ടീഷ് ലക്ഷറി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ഇപ്പോൾ UK സെൽഫ്രിഡ്ജസ് ഭയങ്കര ഫേമസ് ആണ് ഫോർ ഹൈ എൻഡ് ഫാഷൻ, ബ്യൂട്ടി ആൻഡ് മോർ. കുറേ സാധനങ്ങളുണ്ട് അകത്ത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ലാൻഡ്മാർക്കാണ് ഈ സെൽഫ്രിഡ്ജസ്. എങ്ങനെയൊക്കെ നടന്നു വന്നാലും അവിടെ കറക്റ്റായിട്ട് അതിൻ്റെ മുമ്പിൽ കൂടെ പോവാറുണ്ട്, അവിടെ നോക്കി നിൽക്കാറുണ്ട്. ഒന്നും മേടിച്ചില്ലെങ്കിലും പുറത്ത് നിന്നാൽ തന്നെ ഭയങ്കര വൈബാണ്. കുറേ ആൾക്കാരും കുറേ ലൈറ്റ്സും, ഭയങ്കര രസമാണ് സെൽഫ്രിഡ്ജസ് കാണാൻ. നമ്മളിപ്പോൾ ഉള്ള സെൽഫ്രിഡ്ജസിലാണ്. ഇവിടെ ഇത്തവണ ഡിസ്നി തീമിലാണ് ലൈറ്റ്സ് എല്ലാം ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളൊരു ഡിസ്നി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ഡിസ്നിയായി ചേർന്നാണ് സെൽഫ്രിഡ്ജസ് ലൈറ്റ്സ് എല്ലാം ഇട്ടേക്കുന്നത്. ഓരോ ഡിസ്പ്ലേയിലും ഡിസ്നി ബേസ്ഡ് തീംസ് ആണ്. ഭയങ്കര രസമാണ് കാണാൻ. ഓൾ ടുഗദർ എനിക്ക് തോന്നുന്നത് ഒരു 12 ഡിസ്പ്ലേസ് ആണ് ഉള്ളതെന്നാണ്. ഓരോരോ ഡിസ്പ്ലേസും ഓരോരോ ഡിസ്നി ബേസ്ഡ് കഥകൾ ബേസ് ചെയ്താണ്.
ഇപ്പം നമ്മൾ കാണുന്നത് പീറ്റർ പാൻ്റെ ആണ്. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ പാൻ ഫ്ലൈയിങ് ഓവർ ലണ്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അവിടെ ഗ്ലോയിങ് ക്ലോക്ക് ഫേസ് കാണാം, ബിഗ് ബെൻ കാണാം, ഒരു മിനിയേച്ചർ ലണ്ടൻ സ്കൈലൈൻ കാണാം, പിന്നെ ഫിഗേഴ്സ് ഫ്ലൈയിങ് അക്രോസ് സീൻസ്, അങ്ങനെ കുറെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിസ്പ്ലേ. ഈ സ്ഥലം മനസ്സിലായോ? ലേഡി ആൻഡ് ദ ട്രാമ്പ്, ടോണീസ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് സീൻ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സീനല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മൂവി. നല്ലോണം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്പ്ലേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. യെസ്, ആലിസ് ഇൻ വണ്ടർലാൻഡ്, ദി എൻചാന്റഡ് ഫോറസ്റ്റ്. ഇത് മനസ്സിലായോ? യെസ്, നമ്മുടെ മിക്കി, സോസർ മിക്കി. ഭയങ്കര രസമല്ലേ കാണാൻ? ആ ബ്ലൂ കളറും ബ്ലൂ തീമും ആ സ്പാർക്ലിംഗ് ലൈറ്റ്സും എന്ത് രസമല്ലേ? ഇതിൻ്റെ താഴെ അവർ എല്ലാത്തിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ സൈഡിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഓരോരോ തീമിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് അവരെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ആ സീൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. ഇനി വരുന്ന ഡിസ്പ്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, യെസ്, 101 ഡാൽമേഷ്യൻസ്. കണ്ടോ പട്ടിക്കുട്ടികളെ കണ്ടോ? മേ ബി എനിക്ക് സ്വന്തമായിട്ടൊരു പട്ടിക്കുട്ടി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്ക് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫുൾ ക്രിസ്മസി ലൈറ്റ്സും ഒരു ക്രിസ്മസി വൈബും ആ ടി വിയിലെ കാർട്ടൂണും ആ എനിക്ക് നോക്കുന്ന പട്ടിക്കുട്ടിയും ഭയങ്കര രസമാണ്. അടുത്ത ഡിസ്പ്ലേ, യെസ്, മേരി പോപ്പിൻസ്. നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് അംബ്രല്ലാസ് കാണാം, സോഫ്റ്റ് പർപ്പിൾ ബ്ലൂ സ്കൈ. ഇതെല്ലാം നമുക്ക് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഭയങ്കര രസമല്ലേ കാണാൻ? ലണ്ടനിലെ വീടുകളും ആ മഞ്ഞും നല്ല രസമല്ലേ? ഇത് നമ്മുടെ വിന്നി ആൻഡ് ദി പൂവാണ്. എനിക്ക് തോന്നുന്നത് ഇത് സ്നോയി 100 ഏക്കർ വുഡിലെ സെറ്റാണെന്നാണ്. നിങ്ങൾക്ക് പൂവിന് ആ സെൻറ്ററിൽ കാണാം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള വുഡൻ സൈൻ പോസ്റ്റുകൾ കാണാം. എനിക്കതാണെന്നാണ് തോന്നുന്നത്. ഓരോരോ ഡിസ്പ്ലേസും അവർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ ഡിസ്പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസിൻ്റെ ഒരു സൈഡിലായിട്ടുള്ളത്. ഇത് നമ്മുടെ ഡിസ്നി ലെഗസിയെ മൊത്തത്തിലായിട്ട് കാണിക്കുന്നു. മിക്കി മൗസിന്റെ ഡിസ്പ്ലേ ആണ്. ഈ ട്രീ നോക്കിയ അതിന്റെ പ്രത്യേകത ഉണ്ടോ? എൻ്റയർലി ഓൾഡ് ടെലിവിഷൻ സെറ്റ് കൊണ്ടാണ് ഈ ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ഗോൾഡൻ ഒരു പാലറ്റ് ഓഫ് കളേഴ്സ് ആണ് കണ്ടോ. ട്രീ ഫുള്ള് ഓൾഡ് ടെലിവിഷൻ സെറ്റുകളാണ്, പഴയ ടി വികളാണല്ല. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ സെൽഫ് റിജസിന്റെ എൻട്രൻസിന്റെ ഒരു സൈഡിലുള്ളതായിരുന്നു നമ്മളിപ്പോൾ നേരത്തെ കണ്ട മിക്കി മൗസിന്റെ ഡിസ്പ്ലേ, ആ ബ്ലൂ കളർ തീമിലുള്ള ഡിസ്പ്ലേ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈഡിൽ എന്താണെന്ന് നോക്കാം. ഇതാണ് ഇപ്പുറത്തെ സൈഡിലെ വിൻഡോ. ഇത് ഡിസ്നി പ്ലസ് വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മോഡേൺ സ്റ്റൈലിലാണിത്. ലൈക്ക് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ ഡിസ്നി ആയിട്ട് എങ്ങനെ ഗ്രോ ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഇതിപ്പോഴും ഡിസ്നി നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു തീമിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ബിക്കോസ് എനിക്ക് കാണാം ഇവിടെ മോഡേൺ ടെലിവിഷനാണ്. മറ്റേ സൈഡിൽ പഴയ ടെലിവിഷൻ സെറ്റുകളായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ടെലിവിഷൻ സെറ്റുകളാണ്. ഈ ഡിസ്പ്ലേ പീറ്റർ പാൻ്റെ ആണ് കേട്ടോ. ദി ഡാർലിംഗ് ചിൽഡ്രൻസ് ബെഡ്റൂം. നിങ്ങൾക്ക് ഓപ്പൺ വിൻഡോ കാണാം, അതുപോലെ ചിൽഡ്രൻസ് ബെഡ്റൂം സെറ്റപ്പ് കാണാം. ഇതാണ് അടുത്ത ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ പിനോക്കിയോടെ ആണ് കേട്ടോ. ഞാൻ പണ്ട് ഒത്തിരി വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് പിനോക്കിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് എനിക്ക് ബുക്ക് വായിച്ചിട്ട് കള്ളം പറയാനും പേടിയായിരുന്നു, എങ്ങാനും മൂക്ക് വളർന്നാലോ.
പിന്നെ ഈ ഡിസ്പ്ലേ എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിരിക്കും, എസ്പെഷ്യലി ആ മിറർ കണ്ടാൽ തന്നെ അറിയാം. യെസ്, നമ്മുടെ സ്നോ വൈറ്റിന്റെ ആണ്. ആ സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, മിറർ മിറർ ഓൺ ദി വാൾ. ഈ ഡിസ്പ്ലേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഒത്തിരി മൂവീസ് ഒക്കെ വന്നിട്ടുള്ള. യെസ്, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്. എസ്പെഷ്യലി ആ കിച്ചൺ സെറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇത് എനിക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, സിൻഡ്രല്ല. വലിയ പംകിൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സിൻഡ്രല്ലയുടെ സെറ്റാണിത്. ഇതാ സൈഡിൽ എഴുതിയിട്ടുണ്ട് സിൻഡ്രല്ല എന്ന്. കണ്ടോ, ഞാൻ അപ്പുറം സൈഡ് കാണിച്ചു തരാവേ. അവിടെ നിന്നൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സെൽഫ് റിജിസിന്റെ എക്സിറ്റ്. നമ്മളങ്ങനെ ഡിസ്പ്ലേസ് ഒക്കെ കണ്ടു. ഇത് ഇവിടെ ഉള്ളൊരു മാപ്പാണ് കേട്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ ചെറിയൊരു മാപ്പ്. ചുമ്മാ കണ്ടപ്പോൾ എടുത്താണ്. ഇതിന്റെ മേൾ ഭാഗം നല്ല ഭംഗിയാണ് കാണാൻ. ഞാനൊരു ലോങ് വ്യൂ കാണിച്ചു തരാം പുറത്ത് എങ്ങനെ ഇരിക്കുന്നു. കേട്ടോ, ഇതാണ് സെൽഫ് റിജിസിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. മീൻ ഒരു ലോങ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിന്റെ മേളിലാണ് ഈ ലൈറ്റ്സ് പോകുന്നത്. ഈ ലൈറ്റ്സ് എല്ലാം ചെന്നെത്തുന്ന ഒരു ഡിസ്നിയുടെ ഒരു പാലസിലേക്കാണ്. നിങ്ങൾക്ക് ആ പാലസ് ഉണ്ടായി മനസ്സിലാവുമായിരിക്കും. ചെറിയൊരു തിരുത്തുണ്ടേ, പാലസ് അല്ല കേട്ടോ, കാസിൽ. ഇതാണ് സെൽഫ് റിജിസിന്റെ ഡിസ്നി തീംഡ് ഡിസ്പ്ലേസ് ആൻഡ് ലൈറ്റ്സ്. നമുക്കിനി ബാക്കി ലൈറ്റ്സ് നടന്നു കാണാം. കുറേ നടന്നു കഴിഞ്ഞാൽ കുറേ ലൈറ്റ്സ് കാണാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ലൈറ്റ്സ് കാണാം. നമ്മളിപ്പം ബോണ്ട് സ്ട്രീറ്റിൽ നിന്ന് നടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കവർ ചെയ്യാറായി. അപ്പം ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് വളരെ ഫേമസ് ആയിട്ടുള്ള റീജന്റ് സ്ട്രീറ്റിലെ ലൈറ്റ്സ്. അത് ഭയങ്കര ഈ ഫേമസ് ലൈറ്റ്സ് ആണ്. എനിക്ക് എല്ലാ വീഡിയോസിലും ആദ്യം കാണുന്ന ലൈറ്റ്സ് റീജന്റ് സ്ട്രീറ്റിലാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ ലൈറ്റ്സ് ആണ്, റീജന്റ് സ്ട്രീറ്റ് ആണ്. പിന്നെ നമുക്ക് തിരിച്ച് ബോണ്ട് സ്ട്രീറ്റിലെ ലൈറ്റ്സ്, മാർബിൾ ആർച്ച്, ഇത്രയും ഇപ്പോൾ കവർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ബാക്കി കവർ ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് പണ്ട് തൊട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണെന്നാണ് കേട്ടോ. പക്ഷെ അല്ല. ഒരു 100 വർഷം മുമ്പ് ലണ്ടനിൽ വലിയ 2 ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആയ ഓക്സ്ഫോർഡ് സ്ട്രീറ്റും റീജന്റ് സ്ട്രീറ്റും ഭയങ്കര ബിസി ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് മാത്രമായിരുന്നു. അവിടെ ഡെക്കറേഷൻസ് ഇല്ല, ഒരു സ്വിച്ച് ഓൺ മൊമെന്റ്സ് ഇല്ല, ജസ്റ്റ് ഫങ്ഷണൽ സ്ട്രീറ്റ് ലൈറ്റ്സും കുറെ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരും. അത് മാറി തുടങ്ങിയത് ഏർലി 1900s. ആ സമയത്താണ് ഇലക്ട്രിക് ലൈറ്റ്സ് വന്നത്. ഇലക്ട്രിക് ലൈറ്റ്സിന്റെ വരവിന് ശേഷം ആ കാലഘട്ടത്തിൽ വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആളുകളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ലൈറ്റ്സ് ഇടാൻ തുടങ്ങി. ആദ്യം ഒരു വിൻഡോസിലാണ് ഇട്ട് തുടങ്ങിയത്. പിന്നെ അത് പയ്യെ സ്ട്രീറ്റിലേക്കായി. പക്ഷെ ഇതിന് അധികകാലം ഐസ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അവസാനിച്ചത് വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്താണ്. ലണ്ടൻ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയി. അങ്ങനെ ലൈറ്റ്സ് പോയി. ഒരു 1954 റീജന്റ് സ്ട്രീറ്റിലാണ് പിന്നീട് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ആ സമയത്ത് ഏഞ്ചൽ ലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും റീജന്റ് സ്ട്രീറ്റ് ആണ്. അത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ്സ് മാത്രമായിരുന്നില്ല. പക്ഷെ ആ ലൈറ്റ്സ് ഒരു പ്രതീക്ഷയുടെ, അതുപോലെ വേൾഡ് വാറിന് ശേഷമുള്ള സിറ്റിയുടെ റിക്കവറിയും എല്ലാം ഇംപ്ലൈ ചെയ്തത്. ആ ഏഞ്ചൽ ലൈറ്റ്സ് ഇന്നും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണെങ്കിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്താണ് അവർ ഫോളോ ചെയ്തത്. കുറച്ചുകൂടി ബ്രൈറ്റർ, കുറച്ചുകൂടി ബോൾഡർ, അതുപോലെ ഡിഫറെന്റ് ലൈറ്റ്സ്. ഓരോരോ വർഷം ചിലപ്പോൾ അവർ ഡിഫറെന്റ് ലൈറ്റ്സ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അവർ പുതിയ ഇയേഴ്സിൽ പുതിയ ലൈറ്റ്സ് ഇടും. ചിലപ്പോൾ ബിസി, ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ. അങ്ങനത്തെ ഒരു തീമിലാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ ലൈറ്റ്സ് പോയിക്കൊണ്ടിരുന്നത്. കാലങ്ങൾ കഴിയുന്തോറും ഓരോരോ ലൈറ്റ്സും ഡെക്കറേഷനിലും മുകളിലായിട്ട് അതൊരു റിച്വൽ പോലെ. ഇപ്പൊ ഈ വിന്ററിന്റെ സമയത്ത് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനും ലൈറ്റ്സ് കാണാനും നമുക്ക് വീണ്ടും ഒരു ഹോപ്പ് തരാനും ഒക്കെ ഈ ലൈറ്റ്സിന് സാധിക്കുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ്സ് ശരിക്കും നമ്മൾ ഹാപ്പി ആക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഇയാമ്പാറ്റായിരുന്നു എന്നാണ് എൻ്റെ സംശയം. ബിക്കോസ് എനിക്ക് ലൈറ്റ് പെട്ടെന്ന് ഞാൻ അട്രാക്റ്റഡ് ആവും. ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് ഇതുപോലെ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇത് വന്നിട്ടാണ് കുറേ നേരമായി നോക്കി. അപ്പോൾ എനിക്കെന്തോ ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഭയങ്കര ഭംഗിയായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് വിശ്വവിഖ്യാതമായ നമ്മളുടെ മാലാഖ ലൈറ്റ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റീജന്റ് സ്ട്രീറ്റിലെ ഏഞ്ചൽ ലൈറ്റ്സ്. ഞാൻ മാലാഖ ലൈറ്റ്സ് എന്നാട്ടോ ഇതിനെ പറയണേ. നല്ല ഭംഗിയില്ലേ ഈ ലൈറ്റ്സ് കാണാൻ.
എനിക്ക് എപ്പോഴും ഈ ലൈറ്റ്സ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലൈറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, ഒരു ചെറിയൊരു വ്ളോഗ്, എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാണ്ട് തന്നെ കാണാം. ശരി, ബൈ, ഗുഡ് നൈറ്റ്.